അതായത് പാർട്ടിയുടെ നിലപാട് തന്നെ ആവേണ്ടതില്ല സർക്കാരിൻ്റേത്, ഇതിൽ വ്യത്യസ്തത ഉണ്ടാവാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയാം. CPM-ന് അങ്ങനെ ന്യായീകരിച്ച്, അല്ലെങ്കിൽ സർക്കാരിനും CPM-നും അങ്ങനെ ന്യായീകരിച്ച് നിൽക്കാനാവുമോ? പാർട്ടി ഞങ്ങൾ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, യുവതികളെ പ്രവേശിപ്പിക്കാം എന്ന നിലപാടെടുക്കുന്നു. പക്ഷേ സർക്കാർ പാടില്ല എന്ന് അഫിഡവിറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു വ്യത്യസ്ത നിലപാടിലേക്ക് പോകാൻ കഴിയുമോ? അതോ പുതിയ കാലഘട്ടത്തിൽ അതും പ്രതീക്ഷിക്കണോ? കഴിയില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ പുതിയ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാനും ഒക്കെ കഴിയും. അങ്ങനെ മുൻ നിലപാടൊക്കെ ആയിരുന്നു എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയൊക്കെ ഉണ്ടായാലും ആ നിലപാടിൽ നിന്ന് കാര്യമായ ഒരു മാറ്റത്തിലേക്ക് ഇല്ല എന്നൊക്കെ മട്ടിൽ പോയേനെ. ഇപ്പോഴങ്ങനെ ആയിരുന്നു, ഞങ്ങളൊരു നിലപാട് മാറ്റുന്നു എന്ന് എവിടെയും പരസ്യമായി പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ത്രീ പ്രവേശന അനുകൂലമായ നിലപാട് തന്നെയല്ലേ ഇപ്പോഴും എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക. അങ്ങനെ ഒരു തന്ത്രപരമായ രീതിയിലൊക്കെയാണ് CPM-ഉം LDF-ഉം ഇതുവരെയും മുന്നോട്ട് പോയത്. ഇക്കാര്യത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എവിടെയും മറിച്ചൊരു നിലപാടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ സൂചന നൽകുകയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അത്തരം ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. മറ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും മറിച്ച് നിലപാടുകൾ പല ഘട്ടത്തിലും മറിച്ചാണ് എന്ന് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഇന്നലെ പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണ്, ജനാധിപത്യത്തിനൊപ്പമാണ് എന്ന മട്ടിലൊക്കെയുള്ള സൂചനകളാണ്. അല്പം മുമ്പ് അനിൽകുമാർ പോലും നമ്മുടെ ഇടയിൽ നമ്മളോട് പ്രതികരിച്ചപ്പോൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട്, നിങ്ങൾ പച്ചക്കള്ളം പറയുകയല്ലേ എന്നൊക്കെ. കേരളത്തിലെ ജനത്തിന് ഇനി എന്തായാലും കൃത്യമായ ബോധ്യമുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയായിരുന്നു CPM-നും LDF-നും ഉണ്ടായിരുന്നത്. ഇക്കാലം അത്രയും ആ നിലപാട് പരസ്യമായി CPM-ഓ അല്ലെങ്കിൽ LDF-ഓ സർക്കാരോ തിരുത്തിയിട്ടുമില്ല. ഇനിയിപ്പോൾ മാർച്ച് 14 മുമ്പ് എന്താണ് നിലപാട് എന്ന് അറിയിച്ചുകൊണ്ട് സർക്കാരിന് അവിടെ ഒരു അഫിഡവിറ്റ് നൽകേണ്ടി വരും. മുൻ നിലപാട് തന്നെയാണോ? ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിൽ കേരള സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത പറഞ്ഞത് ഇതുവരെ ടിൽ നൗ ഞങ്ങളുടെ നിലപാട് ഈ പുനഃപരിശോധന ഹർജിയെ എതിർത്തിരുന്നു. എന്നുവെച്ചാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന ഹർജി പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യത്തെ എതിർത്തിരുന്നു. നാളെ എന്താണ് ഞങ്ങളുടെ നിലപാട് എന്നത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. മുൻ നിലപാടിൽ നിന്ന് മാറുന്നെന്നോ അല്ലെങ്കിൽ മാറുന്നില്ല എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. VS സർക്കാരിൻ്റെ കാലത്താണ് ആദ്യം സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകുന്നത്. ഇപ്പോൾ എല്ലാം ഈ വലിയ സമരത്തിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരും ആ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് 5 വർഷവും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് 5 വർഷവും അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു നിലപാട് മാറ്റത്തിനോ ഒന്നും ഉമ്മൻചാണ്ടി സർക്കാരും തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 2016 തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഏപ്രിലാണെങ്കിൽ ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് നൽകുന്നു. മുൻ സർക്കാർ എടുത്ത തീരുമാനം ആ അഫിഡവിറ്റ് തിരുത്തി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അഫിഡവിറ്റ് നൽകുന്നു. അതിൽ സർക്കാരിന് തിരുത്തലുണ്ടോ എന്ന് പറയുന്നു. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് സർക്കാരുകൾ തുടർച്ചയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരുത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നു. അതിനുശേഷം തൊട്ടടുത്ത മാസം പുതിയ സർക്കാർ വരുന്നു, പിണറായി സർക്കാർ വരുമ്പോൾ